നമസ്സർവേഭ്യഃ. ഇന്ന് നമ്മൾ ഒന്നാം അധ്യായം അർജുന വിഷാദ യോഗത്തിലെ 11ാമത്തെ ശ്ലോകമാണ് നോക്കുന്നത്. തന്റെ സൈന്യത്തിന്റെ കരുത്ത് ഭീഷ്മ പിതാമഹനാണെന്ന് തിരിച്ചറിഞ്ഞ ദുര്യോധനൻ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം തന്റെ സൈന്യാധിപന്മാരോട് നിർദ്ദേശിക്കുന്നു. ഭീഷ്മർ സുരക്ഷിതനായാൽ വിജയം സുനിശ്ചിതമാണെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. ശ്ലോകത്തിലേക്ക് കടക്കാം. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. വരികളുടെ അർത്ഥം നോക്കാം. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാഃ. അയനേഷു സൈന്യത്തിന്റെ പ്രവേശന കവാടങ്ങളിൽ, അതായത് വ്യൂഹത്തിന്റെ ഭാഗങ്ങളിൽ, സർവേഷു എല്ലാ, യഥാഭാഗം അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ, അവസ്ഥിതാഃ നിലയുറപ്പിച്ചുകൊണ്ട്, സൈന്യവ്യൂഹത്തിന്റെ എല്ലാ പ്രവേശന കവാടങ്ങളിലും അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഭീഷ്മം ഭീഷ്മരെ ഏവ തന്നെ, അഭിരക്ഷന്തു സംരക്ഷിക്കട്ടെ, ഭവന്തഃ നിങ്ങൾ, സർവേ എല്ലാവരും, ഹി തീർച്ചയായും നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് ഭീഷ്മ പിതാമഹനെ തന്നെ സംരക്ഷിക്കേണ്ടതാണ്. മൊത്തത്തിലുള്ള അർത്ഥം നോക്കാം. അതുകൊണ്ട് സൈന്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അവരവർക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഭീഷ്മ പിതാമഹന് പൂർണ്ണമായ സംരക്ഷണം നൽകണം. അതായത് സ്വന്തം മരണം എപ്പോൾ വേണമെന്ന് സ്വയം തീരുമാനിക്കാനുള്ള വരം അഥവാ സ്വച്ഛന്ത മരണം ഭീഷ്മർക്ക് സിദ്ധിച്ചിരുന്നു. അദ്ദേഹം യുദ്ധക്കളത്തിൽ ഉള്ളിടത്തോളം കാലം കൗരവർക്ക് തോൽവി സംഭവിക്കില്ലെന്ന് ദുര്യോധനന് അറിയാം. ഭീഷ്മർക്ക് ശിഖണ്ഡിയെ ഭയമുണ്ടെന്ന് ദുര്യോധനൻ മനസ്സിലാക്കിയിരിക്കാം. അതുകൊണ്ട് മറ്റു യോദ്ധാക്കൾ ശ്രദ്ധ തെറ്റിക്കാതെ പിതാമഹന് കാവൽ നിൽക്കണമെന്ന് ദുര്യോധനൻ ആജ്ഞാപിക്കുന്നു. വിവിധ പാഠം. ഒരു വലിയ പ്രസ്ഥാനത്തിന്റെയോ ലക്ഷ്യത്തിന്റെയോ വിജയം അതിന്റെ നായകന്റെ സുരക്ഷിതത്വത്തെയും കരുത്തിനെയും ആശ്രയിച്ചിരിക്കും. ടീമിലെ എല്ലാവരും തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഉറച്ചു നിന്ന് നേതൃത്വത്തെ പിന്തുണച്ചാൽ മാത്രമേ വിജയം സാധ്യമാകൂ. ശ്ലോകം ഒരിക്കൽ കൂടി കേൾക്കാം. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാഃ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. ഭീഷ്മർക്ക് സംരക്ഷണം നൽകാൻ ദുര്യോധനൻ ആജ്ഞാപിച്ചതോടെ കൗരവപക്ഷത്ത് വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ദുര്യോധനന്റെ വാക്കുകൾ കേട്ട ഭീഷ്മ പിതാമഹന്റെ പ്രതികരണം എന്തായിരുന്നുവെന്ന് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ധന്യവാദഃ. ഹരേ കൃഷ്ണ.